കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 101 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ അമ്മയുടെ അഷ്ടോത്തരങ്ങൾ ഓരോ ദിവസവും 108 പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഉപാസിക്കുന്നു. ഈ ജപം കേൾക്കുന്ന, ഈ അമ്മയുടെ അഷ്ടോത്തരങ്ങൾ ജപിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും എല്ലാവിധ സന്തോഷവും ആയുരാരോഗ്യ സൗഖ്യവും അമ്മ പ്രദാനം ചെയ്യുന്നതാണ്. ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടും ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഭക്ത മനസ്സുകൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും ഇതിൻ്റെ ഒരു ഉപാസനാബലം കൊണ്ട്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഇനിയും പ്രതിസന്ധികൾ തട്ടി നീക്കി മുന്നോട്ട് പോവാനായിട്ടുള്ള ഒരു ആത്മബലം ഈ ജപത്തിലൂടെ എല്ലാ ഭക്ത മനസ്സുകൾക്കും ഉണ്ടാവുന്നതാണ്. അതിൽ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത്, അടിയുറച്ചത് വേണ്ടത് എന്ന് പറയുന്നത് ഭഗവാനോടും അമ്മയോടുമുള്ള അപരിമേയമായിട്ടുള്ള ആ ഒരു ഭക്തിയാണ്. ഒരു കാര്യത്തിലും നമുക്കൊരു സന്ദേഹം, ഒരു സംശയത്തോടു കൂടി നാം ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനെയെല്ലാം പരീക്ഷണങ്ങളായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രാരബ്ധവശാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് എന്ന് കണ്ടുകൊണ്ട് ജീവിതത്തിൽ ഇനിയുള്ള നാളുകൾ ശോഭനമാക്കാനായിട്ട് ഈ തിരുനാമങ്ങൾ നമ്മെ സംരക്ഷിക്കുന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ 108 ദിവസം കൊണ്ട് 11,000 ചെല്ലുവാനും അമ്മയുടെ ദേവീനാമങ്ങളാണ് നാം ഉരുവിടുന്നത്. അപ്പം അതിന് അമ്മയുടെ ഓരോ തിരുനാമം കേൾക്കുമ്പോഴും എത്രയോ ജന്മങ്ങൾ ചെയ്ത പാപങ്ങൾ ഇല്ലാതെയാകുന്നു. അപ്പം നമ്മളുടെ ഏതൊക്കെയോ ജന്മങ്ങൾ നാം ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നാം എന്തെങ്കിലും ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്നത്. അപ്പം അതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് കലിയുഗത്തിൽ അമ്മയുടെ തിരുനാമജപം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കൃതയുഗത്തിലാണെങ്കിലും ത്രേതായുഗത്തിലാണെങ്കിലും ദ്വാപരയുഗത്തിലാണെങ്കിലും മറ്റ് ആരാധനാ മാർഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കൃതയുഗത്തിലാണെങ്കിൽ തപസ് പ്രധാന ആരാധനാ മാർഗമായിരുന്നു. തപസ് ചെയ്താണ് അന്ന് ദേവന്മാരും അസുരന്മാരും എല്ലാവരും അവർക്കിഷ്ടപ്പെട്ട വരങ്ങളെല്ലാം നേടിക്കൊണ്ടിരുന്നത്. അത് ത്രേതായുഗമായപ്പോഴത്തേക്കും യാഗങ്ങൾ ചെയ്ത് ആ ഭക്തോത്തമന്മാരായിട്ടുള്ള ഋഷികളും അതുപോലെ തന്നെ ദേവന്മാരും മഹർഷിമാരും അസുരന്മാരും എല്ലാവരും യാഗങ്ങൾ ചെയ്ത് അവരുടെ ഈശ്വരാരാധന ആ സമയത്തും കൊണ്ടുപോയി. അതായത് ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും ഈ യാഗങ്ങളിലൂടെ അവർക്കുണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകുമായിരുന്നു. അതിനുശേഷം അത് ദ്വാപരയുഗം ആയപ്പോഴേക്കും അത് യജ്ഞങ്ങളിലൂടെ ആ ഭക്തോത്തമന്മാർക്ക് ഈശ്വരപ്രാപ്തി സാധിക്കുമായിരുന്നു യജ്ഞങ്ങളിലൂടെ. അപ്പം ഈ തപസ്സിനാണെങ്കിലും യാഗങ്ങൾക്കാണെങ്കിലും യജ്ഞങ്ങൾക്കാണെങ്കിലും ഒക്കെ ധാരാളം സമയം, ധാരാളം വസ്തുക്കൾ, ഒരു യാഗം നടത്തണമെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് വസ്തുക്കൾ ശേഖരിച്ച് എത്രയോ ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി ശരീരവും മനസ്സും ഈശ്വരാഭിമുഖമായി തിരിച്ച് നമുക്ക് ചെയ്യണമായിരുന്നു. അതേപോലെ തന്നെ യജ്ഞങ്ങളാണെങ്കിലും ഇതേപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ
ഈശ്വരനിലേക്ക് മനസ്സ് കൊണ്ടുപോയി. ഇതെല്ലാം ചെയ്യുമ്പോൾ മാത്രമായിരുന്നു ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരുന്നത് എങ്കിൽ കലിയുഗത്തിൻ്റെ യുഗധർമ്മം എന്ന് പറയുന്നത് തന്നെ ആ നാമജപമാണ്. കലിയുഗത്തിൽ ആ നാമജപത്തിലൂടെ നാമജപം എന്നുള്ള ആ ഒരു വളരെ നിസാരമെന്ന് തോന്നുന്ന, എന്നാൽ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കാത്ത ഈ ഒരു നാമജപ യജ്ഞം, അതാണ് ഭഗവത്ഗീതയിൽ യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ഞാൻ നാമജപമാണ്, നാമജപ യജ്ഞമാണ് എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം, കലിയുഗത്തിൽ നാമം ജപിച്ചാൽ മതി എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, എല്ലാവരും പറയും. പക്ഷേ ഇത് അനുഷ്ഠിക്കുക എന്നുള്ളത് ജപിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനാമം കേൾക്കുക, കൃത്യമായിട്ട് മുടങ്ങാതെ കൃത്യമായിട്ട് ഒരേ സമയത്തിരുന്ന് കേൾക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരേ സമയത്ത് ജപിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരേ സമയത്ത് ജപിച്ചില്ലെങ്കിലും അല്പസമയമെങ്കിലും ജപിക്കുക. ഒരു മുടക്കുമില്ലാത്തൊരു കാര്യമാണ്, ഒരു രൂപ പോലും നമ്മളുടെ കയ്യിൽ നിന്ന് ചെലവാകാത്ത ഒരു കാര്യമാണ്. ശാരീരികമായിട്ടുള്ള വലിയ അധ്വാനമൊന്നുമില്ല, നമ്മുടെ നാവ് കൊണ്ട് മാത്രം നമുക്ക് വളരെ ചെറിയ രീതിയിൽ ശബ്ദം കുറച്ചാണെങ്കിലും നമുക്ക് ജപിക്കാവുന്ന കാര്യമാണ്. നമുക്ക് എവിടെയും പോവേണ്ട ആവശ്യമില്ല, നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നാമം ജപിക്കാം. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഈ കലിയുഗത്തിൽ ഈ നാമജപത്തിനുണ്ടായിട്ട് കൂടി ഈ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, അവനവൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഭക്തമനസ്സുകൾ ഈ നാമജപത്തിലേക്ക് മുഴുകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഈ കലിയുഗത്തിലെ ജനങ്ങൾ, ഈ ഭക്തന്മാരാണെങ്കിലും വളരെ കുറച്ച് സമയമൊക്കെ നാമജപത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ കഴിയുന്നത്ര സമയം നാമം ജപിച്ച് ഈശ്വര ഉപാസന ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല, വരാനിരിക്കുന്ന പല പല വിപത്തുകളെ അത് തടയുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാവുന്ന ഒരേ ഒരു ശക്തി ഈശ്വരൻ മാത്രമാണ്. അപ്പം ആ ഈശ്വരൻ വിചാരിച്ചാൽ നമുക്ക് വരാനിരിക്കുന്ന ദുരിതങ്ങളെ, കഷ്ടപ്പാടുകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഒരു പരിധിവരെ എന്ന് പറഞ്ഞത്? ബാക്കി നമ്മൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ നാമജപത്തിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു അനുഷ്ഠാനം, ദൃഢവിശ്വാസം, ഈശ്വരനിൽ അടിയുറച്ച ആ ഒരു ബോധം ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയും ഈ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അതിൽ നിന്നുമുള്ള വീര്യം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിനെ ഉയർത്തിക്കൊണ്ടു പോകാനായിട്ട് ആ ഈശ്വരൻ നേരിട്ട് വന്ന് നമ്മെ സഹായിക്കും. പ്രഹ്ലാദകുമാരൻ്റെ കഥയറിയാം. ആ കുട്ടി 5 വയസ്സിൽ എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് തൻ്റെ സ്വന്തം അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ കർമ്മ പ്രാരബ്ധങ്ങളായിരുന്നു. പക്ഷേ അടിയുറച്ച നാമജപത്തിൻ്റെ ബലം കൊണ്ട്, ഉപാസനയുടെ ശക്തി കൊണ്ട് അതിനെയെല്ലാം ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് ഇല്ലാതെയാക്കി. പക്ഷേ ആ കുമാരൻ സർപ്പത്തിനെ കൊണ്ട് കുത്തിച്ചു, വലിയ മലയിൽ നിന്നെടുത്ത് താഴത്തേക്ക് വലിച്ചെറിഞ്ഞു, സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു, വിഷം കൊണ്ടുള്ള പാല് കുടിപ്പിച്ചു. ഇതെല്ലാം അനുഭവിക്കുകയുണ്ടായി. പക്ഷേ ഇതൊന്നും താനാണ് അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് അങ്ങനെ തോന്നിയതേ ഇല്ല. എല്ലാം ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഓം നാരായണായ നമഃ എന്നുള്ള
ആ മന്ത്രം ജപിച്ചുകൊണ്ട്, ആ തിരുനാമം ജപിച്ചുകൊണ്ട് കാലക്ഷേപം കഴിച്ചുകൂട്ടി. ഒടുവിൽ ആ ഭഗവാൻ തന്നെ തൂണ് പിളർന്നും ഇറങ്ങി വന്നു ആ ഭക്തോത്തമനായിട്ടുള്ള ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട്. അപ്പൊ ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്കും ഏത് തൂണും പിളർന്നുകൊണ്ടും ഇറങ്ങി വരാൻ സാധിക്കുന്നതാണ് ഭഗവാൻ. അല്ലാതെ ഏതോ ഒരു യുഗത്തിൽ ഉണ്ടായത് മാത്രമല്ല ഈ നരസിംഹ അവതാരം, ഒരു അവതാരവും. അപ്പോൾ ഏത് സമയത്തും ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഭഗവാനും ഭഗവതി അമ്മയ്ക്കും ഒക്കെ സാധിക്കും എന്നുള്ള ഒരു അടിയുറച്ച ബോധം, ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭക്തി കൊണ്ട് നമുക്ക് ശ്രേഷ്ഠതയുണ്ടാവുകയുള്ളൂ, നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു തത്വം അടിയുറച്ച് നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ അത് അടിവരയിട്ട് ഉറപ്പിക്കണം. നമുക്കറിയാം എത്രയെത്രയോ ഭക്തോത്തമന്മാര് ഈ അടുത്ത കാലത്ത്, നമുക്കൊരു 200-300 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ദേഹം ഉപേക്ഷിച്ച എത്രയെത്രയോ ഭക്തമനസ്സുകള്, സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ഭക്തമനസ്സുകള്, ശ്രീരാമകൃഷ്ണ പരമഹംസര്, മീരാബായി, ജഗദ്ഗുരു ശങ്കരാചാര്യര്, അങ്ങനെ എത്രയെത്രയോ പേര്, പൊന്താനം തിരുമേനി, ഭട്ടതിരിപ്പാട്, വില്ലുമംഗലത്ത് സ്വാമിയാരെ, എത്രയെത്രയോ പേര് ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന, ആനുകാലികമായി ജീവിച്ചിരുന്ന രമണ മഹർഷി, സ്വാമി രാമതീർത്ഥൻ, അങ്ങനെ എത്രയെത്രയോ ഭക്ത മനസ്സുകള് ആ ഭഗവാന്റെ പാതാര വിന്ദ ഭജനം കൊണ്ട് മാത്രം ഈ സംസാരമാകുന്ന സാഗരം തരണം ചെയ്തവരാണ്. അപ്പോൾ ആ ഒരു ഉപാസന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഉപാസനയാണ് ഭഗവാൻ നമുക്ക് വിധിച്ചു തന്നിട്ടുള്ളത്. കാരണം കലിയുഗത്തിലെ ജനങ്ങൾക്ക് അതേ സാധിക്കുകയുള്ളൂ എന്നറിയാം. അതുകൊണ്ടാണ് തിരുനാമം ജപിക്കുക, തിരുനാമം കേൾക്കുക, കീർത്തിക്കുക എന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു നാമജപം നമ്മുടെ ജീവിതത്തിൽ വളരെ 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 വലിയ മാറ്റങ്ങൾ, വളരെ വലിയ പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കുന്നതാണ്. അറിയാതെ പോലും നാരായണ എന്ന് വിളിച്ച അജാമിളന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നാരായണ എന്ന് വിളിച്ചത് സ്വന്തം പുത്രനെയാണെങ്കിലും വന്നത് യഥാർത്ഥ നാരായണൻ തന്നെയാണ്. ആ ജഗത് നിയന്താവായിട്ടുള്ള, ജഗത്തിന്റെ പരിപാലകനായിട്ടുള്ള ഭഗവാൻ നാരായണൻ തന്നെയാണ്. ആ നാരായണന്റെ, ആ അജാമിളന്റെ വിളി കേട്ട് ആ സമയത്ത് അവിടെ എത്തിച്ചേർന്നത്. അല്ലെങ്കിൽ വിഷ്ണു പാർഷദന്മാരെ അജാമിളന്റെ അടുത്തേക്ക് വിട്ടത്. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം കഥ നമുക്കറിയാം. ആ ഗജേന്ദ്രനായിട്ടുള്ള ആ ആന ആ നിലയില്ലാ കയത്തിൽ വീണ് താഴുന്ന സമയത്ത് പൂർവജന്മ സ്മരണയുണ്ടായി ഭഗവാനെ ഒന്ന് സ്മരിച്ച്, ആ സ്മരിച്ചപ്പോഴേക്കും തന്നെ ഭഗവാൻ ആ ഒരു ആനയെ രക്ഷിക്കാൻ വേണ്ടി വൈകുണ്ഠത്തിൽ നിന്നും ഇറങ്ങി വന്ന കാഴ്ച അതും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതൊന്നും വെറും കഥകളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഏത് പ്രതിസന്ധിയിലും അതിനെല്ലാം തരണം ചെയ്യാനായിട്ട് ഭഗവാൻ നമ്മെ സഹായിക്കും. പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പം ഇന്നത്തെ തിരുനാമം ജപിച്ച് ഉപാസിക്കാനുള്ളത് ഓം ദേവ്യേ നമഃ എന്നുള്ള തിരുനാമമാണ്. ദിവ് എന്ന ധാതുവിൽ നിന്ന് ഉണ്ടായതാണ് ഈ ദേവി, ദേവൻ എന്നുള്ള പദങ്ങളൊക്കെ. പ്രകാശിക്കുന്നത്, പ്രകാശമാനമായത് എന്നുള്ളതൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഉള്ളിലെ ജ്ഞാനം കൊണ്ട് പ്രകാശിക്കുന്നത്, ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധി കൊണ്ട് പ്രകാശിക്കുന്ന ദേവി. അപ്പം ആ ദേവിയെയാണ് ഇന്ന് പൂജിച്ച് ഉപാസിക്കുന്നത്. ഓം ശ്രീ ദേവ്യേ നമഃ എന്നുള്ള തിരുനാമമാണ് ഇന്ന് നമുക്ക് ജപിച്ച് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാനുള്ളത്. നമ്മുടെ ജപം ആരംഭിക്കാം. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ.
ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. അമ്മയുടെ ദിവ്യമായിട്ടുള്ള തിരുനാമം ഓം ദേവ്യൈ നമഃ. 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 ഓം ദേവ്യൈ
ദേവ്യേ നമഃ. ഓം 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 ദേവ്യേ നമഃ. അമ്മ മഹാലക്ഷ്മി ദേവി എല്ലാ ഭക്തമനസ്സുകൾക്കും എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സദാ ആനന്ദവും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.